തമിഴ്നാട്ടിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ അടിസ്ഥാനരഹിത കുറ്റങ്ങൾ ചുമത്തി വന്ദന, പ്രീതി എന്നീ കന്യാസ്ത്രീമാരെയാണ് റിമാൻഡ് ചെയ്തത്. ബജ്രംഗ് ദളിന്റെ നിർദ്ദേശപ്രകാരം ദർഗ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കന്യാസ്ത്രീമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതും ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം. BJPയുടെ ന്യൂനപക്ഷ വേട്ടയുടെ അവസാനത്തെ ഉദാഹരണമാണ് കള്ളക്കേസിൽ കുടുക്കി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച ഈ സംഭവം. മതപരിവർത്തന നിരോധന നിയമത്തെ ന്യൂനപക്ഷ സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഭരണകൂടത്തിന്റെ കയ്യേറ്റമല്ലാതെ മറ്റെന്താണിത്? രാജ്യത്താകമാനം തുടരുന്ന ന്യൂനപക്ഷ വേട്ടയുടെ തുടർച്ച. കേന്ദ്ര, ഛത്തീസ്ഗഡ് സർക്കാരുകളുടെ ഫാസിസ്റ്റ് നടപടി. ഇതിനെതിരെ രാജ്യത്താകമാനം പ്രതിഷേധസ്വരമുയരേണ്ട സമയമാണിത്. സംഭവത്തെ ശക്തമായി അപലപിച്ച CBCI രംഗത്തെത്തിയിരുന്നു. കേസും ആരോപണവും കെട്ടിച്ചമച്ചതാണെന്നാണ് CBCI വക്താവ് റോബിൻസൺ റോഡ്രിഗസ് പറയുന്നത്. We call them anti-national elements because they work against the constitution and against the nation. They somehow track their movements, they harass them, they abuse them, and then putting false accusations of conversion and human trafficking, etc. They trap them and create commotion and then hand them over to the police. കന്യാസ്ത്രീമാർക്കെതിരെ പ്രതിഷേധമുയർത്തിയത് ബജ്രംഗ് ദൾ തന്നെയാകുമെന്നാണ് CBCI വനിതാ കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ ആശ പോൾ പറഞ്ഞത്. അവര് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഓൾറെഡി ടിക്കറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ടിക്കറ്റ്സ് ഉള്ള പാസഞ്ചേഴ്സ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ടിക്കറ്റ്സ് സിസ്റ്റേഴ്സിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സുമായിട്ട് അപ്രോച്ച് ചെയ്തു, ടിക്കറ്റ്സ് കാണിച്ചു കൊടുത്തു. ആൻഡ് ദെൻ ദർ വാസ് എ പ്രോബ്ലം ആൻഡ് ലേറ്റർ സംഹൗ ത്രൂ മീഡിയ ഓർ സംബഡി പാരിഷ് പ്രീസ്റ്റ്, അടുത്തുള്ള പാരിഷ് പ്രീസ്റ്റ് അറിഞ്ഞു. പാരിഷ് പ്രീസ്റ്റ് പിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമ്മളൊക്കെ പോയപ്പോൾ നമ്മൾ ആരെയും, അതായത് പാരിഷ് പ്രീസ്റ്റിൻ്റെയും അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ആരെയും അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. സിസ്റ്റേഴ്സ് വെർ ഇൻ ട്രബിൾ. പിന്നെ കുട്ടികൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെ റിവേർട്ട് ചെയ്യാനായിട്ട് അവർ ഫോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിനോടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഇതാണ്: ക്രൈസ്തവ സന്യാസികളായ ഞങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തോടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തോടെയും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കാനായിട്ട് അനുവദിക്കണമെന്നും അതിനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും സിസ്റ്റർ ആശ പോൾ പറയുന്നുണ്ട്. പക്ഷേ ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളെ വളർത്തുന്നതും രാജ്യത്ത് വർഗീയ വിഷം പടർത്തുന്നതും കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയും RSSുമാണ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതര കുറ്റമാണ് കന്യാസ്ത്രീമാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിൽ പാർലമെന്റിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷം. ലോക്സഭയിലും പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധമറിയിച്ചു. അടിയന്തരമായ നടപടി വേണം. ഈ ഒരു അക്രമ പരമ്പര യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. BJP നേതൃത്വം കൃത്യമായൊരു നിലപാട് പറയണം. അതായത് കേരളത്തിലെ അരമനകൾ തോറും കേക്കുമായിട്ട് കയറിയിറങ്ങുകയും അതുപോലെ മാതാവിന് കിരീടം സമർപ്പിക്കുകയും മുനമ്പത്ത് തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം ലോകത്തിന് വെളിപ്പെടുന്നതാണ് ഈ സംഭവത്തിലൂടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ തന്നെ ഒരു സെന്റിമെന്റ്സ് ഹോൾ കേരളത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കത്തിലൂടെയെങ്കിലും ഒരു മറുപടി, ഒരു പ്രതികരണം, ഒരു ആശ്വാസ വാക്ക് ഇല്ല. എന്തുകൊണ്ട് അത് നടക്കാത്തതിന്റെ കാരണം അവരുടെ പൊളിറ്റിക്കലായ തീരുമാനത്തിന്റെ ഭാഗമാണ്. BJPയുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ കപട ക്രൈസ്തവ സ്നേഹം വെളിവാക്കുന്നതാണ് ഇത്. സംഭവത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് നേരത്തെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP കത്തയച്ചിരുന്നു. കന്യാസ്ത്രീമാരുടെ മോചനം ഉടൻ ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ട അദ്ദേഹം വലതുപക്ഷ ഗ്രൂപ്പുകളുടെ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണിതെന്നും സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും വ്യക്തമാക്കി. പൗരന്മാരുടെ, പ്രത്യേകിച്ച് സാമൂഹികവും മതപരവുമായ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ കടമയെക്കുറിച്ചും സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജോൺ ബ്രിട്ടാസ് MP. കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. BJPയുടെ ക്രൈസ്തവ പ്രീണനം വോട്ടുകൾക്ക് വേണ്ടിയുള്ള നാടകം മാത്രമാണെന്ന് കൂടിയാണ് തെളിയുന്നത്. രാജ്യത്ത് BJP ഭരണമുള്ള പ്രദേശങ്ങളിൽ
പോലീസ് ഉൾപ്പെടെയുള്ള ഭരണകൂട സംവിധാനങ്ങൾ കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത് എന്നതും അപകടകരമാണ്. മതേതര ഭരണഘടനയാണ് ഇവിടെ ചോദ്യചിഹ്നമാകുന്നത്. മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധിക്കണം. BJPയുടെ ന്യൂനപക്ഷ വേട്ട ഇന്ന് രാജ്യത്ത് ഒരു പുതിയ സംഭവമല്ല. ഗുജറാത്ത് വംശഹത്യ മുതലുള്ള ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. മണിപ്പൂരിലെ കലാപത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. ന്യൂനപക്ഷ വേട്ട ലക്ഷ്യമിട്ടാണ് ദേശീയ പൗരത്വ രജിസ്റ്ററുമായി കേന്ദ്രം എത്തിയത്. മോദി ഭരണത്തിൽ ന്യൂനപക്ഷ വേട്ട ശക്തി പ്രാപിച്ചുവെന്നേ പറയാനുള്ളൂ. ജനാധിപത്യ രാജ്യത്ത് പള്ളികൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ഹിന്ദുക്കളല്ലാത്തവരെ പ്രാർത്ഥനയുടെ പേരിലും ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിലും എന്തിന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും ഉപദ്രവിക്കുന്നു. വേണ്ടിവന്നാൽ കൊന്നു തള്ളുന്നു. തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് എല്ലാവിധ സൗകര്യവും BJP സർക്കാരുകൾ യഥാസമയം നൽകുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ. ഉത്തർപ്രദേശിലും ദില്ലിയിലും കോടതിയെ പോലും വെല്ലുവിളിച്ച ബുൾഡോസർ രാജ്യമായി ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ് യോഗി ആദിത്യനാഥും രേഖ ഗുപ്തയും. ഭരണഘടനയ്ക്കും മുകളിലാണ് ഇവിടങ്ങളിലെല്ലാം മനുസ്മൃതിയെ അവർ സ്ഥാപിച്ചിരിക്കുന്നത്. മതപരിവർത്തനം ആയുധമാക്കി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തീവ്ര ഹിന്ദു സംഘടനകളും സർക്കാർ തന്നെയും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് തുടരുകയാണ്. ഇത് വീണ്ടും തെളിയിക്കുന്നതാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ്.